ഒതായിലെ അൻവറിന്റെ വീട്ടിൽ നിന്ന് ഷബീർ ഉമറും ചേരുന്നുണ്ട്. ഷബീർ, അൻവർ ഉയർത്തിയ സമ്മർദ്ദത്തിന് UDF വഴങ്ങിയില്ല. ഇനി അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, എന്താണ് പറയാനിരിക്കുന്നതെന്നൊക്കെ കേൾക്കേണ്ടതുണ്ട്. TMC എന്തായാലും അൻവറിന് മത്സരിക്കാൻ സമ്മതം നൽകിയിട്ടുണ്ട്. അൻവറാണ് തീരുമാനമെടുക്കേണ്ടത്. എന്തായിരിക്കും പ്രഖ്യാപനം? അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, സ്വാഭാവികമായും അൻവറിന് വലിയ നിരാശ തന്നെയാകും ഈ തീരുമാനത്തിലുണ്ടാവുക. കാരണം അദ്ദേഹം ലക്ഷ്യമിട്ടത് ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയെ മാറ്റുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ചില താല്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മുന്നണി പ്രവേശനം TMC എന്ന നിലയ്ക്ക് തന്നെ UDFന്റെ ഭാഗമാകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണമെന്ന് അദ്ദേഹം പലതവണ ആവശ്യപ്പെട്ടതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വവുമായി നടത്തുകയും ചെയ്തു. അൻവറിന് മാത്രം ആവശ്യമായിരുന്നില്ല, അൻവറിനോടൊപ്പമുള്ള അണികളുടെ കൂടി ആവശ്യമായിരുന്നു ഇക്കാര്യത്തിൽ ഒരു ഉറപ്പെങ്കിലും ലഭിക്കണമെന്ന്. എന്നാൽ ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വലിയ സമ്മർദ്ദം PV അൻവർ ചെലുത്തിയിട്ടും അക്കാര്യത്തിൽ, അതായത് മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പും അൻവറിന് ലഭിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അപ്പോൾ ആ നിലയ്ക്ക് കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ അൻവർ നിർബന്ധിതനായിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. പക്ഷേ അതേസമയം തന്നെയാണ് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോയാൽ അൻവറിന്റെ കൂടി രാഷ്ട്രീയ ഭാവിയാണ് പ്രതിസന്ധിയിലാകുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് CPM-മായി കലഹിച്ച് പിണറായി വിജയനെതിരെ നേരിട്ട് എതിർത്താണ് അദ്ദേഹം MLA സ്ഥാനമടക്കം രാജിവെച്ച് പുറത്തേക്ക് വരുന്നത്. LDF-മായി ഉള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് അദ്ദേഹം പുറത്തേക്ക് വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി സഹകരിക്കാൻ കഴിയുന്ന നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സഹകരിക്കാൻ കഴിയുന്നത് UDF-ഉമായാണ്. അത് ഒറ്റയ്ക്ക് നിന്നാൽ അദ്ദേഹത്തിന് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പരക്കെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് UDF-ഉമായി സഹകരിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുക. പക്ഷേ ഇപ്പോഴത്തെ ചില പ്രതിസന്ധികൾ അദ്ദേഹത്തിന് ഏത് തീരുമാനത്തിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹം ഇന്ന് രാവിലെ ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ അമർഷം രേഖപ്പെടുത്തുന്നതിനിടയ്ക്ക് ഒറ്റ കാര്യം പറഞ്ഞിരുന്നു. അതായത് തന്റെ ആവശ്യങ്ങൾ നിരാകരിക്കുകയാണെങ്കിൽ, പരിഗണന കിട്ടുന്നില്ലെങ്കിൽ അറ്റക്കൈക്ക് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ തീരുമാനം എന്ന നിലയ്ക്ക് സ്വതന്ത്രനായി മത്സരിക്കാൻ വരെ താൻ ശ്രമിക്കും, ആ നിലയ്ക്ക് ഇവർ ആലോചിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കടുത്ത തീരുമാനത്തിലേക്ക് പോകുമോ, അതല്ല UDF-ന്റെ നേതാക്കളുടെ അന്വയ ശ്രമങ്ങളോട് അദ്ദേഹം കീഴ്പ്പെടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ച് PV അൻവറിനെ നിലമ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ കൂടെ നിർത്തേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ രണ്ട് തവണ അദ്ദേഹം നിലമ്പൂർ മണ്ഡലത്തിലെ MLA ആയിരുന്നു. ആ നിലയ്ക്ക് ജനങ്ങളുമായി വലിയ ബന്ധം, സ്വാധീനം ഈ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ PV അൻവർ ഫാക്ടർ UDF-ന് ഗുണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ UDF നേതാക്കൾ പറയുന്നു. അപ്പോൾ ആ നിലയ്ക്ക് PV അൻവറിന്റെ സാന്നിധ്യം, സഹകരണം UDF നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അനുനയ ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകും, UDF നേതാക്കളുടെ ഭാഗത്തുണ്ടാകും. അതിനോട് PV അൻവർ അന്വയപ്പെടുമോ, UDF-ഉമായി സഹകരിച്ച് മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. കാരണം അദ്ദേഹത്തിന് കടുത്ത നിരാശ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത്രയും സമ്മർദ്ദം ചെലുത്തിയിട്ടും അതിനൊന്നും പരിഗണന കിട്ടാതെ പോകുന്നു. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പരസ്യമായൊരു പരിഗണന കിട്ടിയില്ലെങ്കിൽ പോലും മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലടക്കം അദ്ദേഹത്തിനൊരു ഉറപ്പ് ലഭിക്കുമായിരുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പരിശോധിച്ചിരുന്നു. അപ്പോൾ ആ നിലയ്ക്കായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ UDF നേതൃത്വം എന്ത് പറയുന്നു എന്നതിനനുസരിച്ചായിരിക്കും അദ്ദേഹം കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ അന്തിമമായി തീരുമാനമെടുക്കുക. നിലവിലെ സാഹചര്യത്തിൽ മത്സരിക്കുന്ന കാര്യം അദ്ദേഹം തീരുമാനിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന മറ്റൊരു വഴി, ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്തിന് ഈ മണ്ഡലത്തിൽ ജയസാധ്യതയില്ല എന്ന് PV അൻവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകാനും ഒപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് തേടാനും അദ്ദേഹത്തിന് കഴിയില്ല. ആ നിലയ്ക്ക് ഒരു പ്രതിസന്ധി അൻവറിന്റെ മുമ്പിലുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെ മറികടക്കാൻ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് മാറി നിൽക്കാനായിരിക്കും ശ്രമിക്കുക.